തിങ്കളാഴ്ച വൈകുന്നേരമാണ് സംഭവം. ഇറാനിൻ്റെ തലസ്ഥാനമായ തെഹ്റാനിൽ ഇറാൻ സ്റ്റേറ്റ് TV ചാനലായ IRIBയുടെ പ്രധാന കെട്ടിടത്തിലെ ന്യൂസ് റൂമിലിരുന്നു കൊണ്ട് വാർത്ത വായിച്ചു കൊണ്ടിരിക്കുകയാണ് അവതാരക സഹർ ഇമാമി. ഈ സമയത്താണ് IRIBയുടെ ചാനൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലേക്ക് ഇസ്രയേലിൻ്റെ ബോംബ് വർഷം നടക്കുന്നത്. അക്രമം നടന്നയുടനെ സ്റ്റുഡിയോ പൊടിപടലങ്ങളും പുകയും കൊണ്ട് നിറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവതാരക സഹർ ഇമാമി അവിടെ നിന്ന് പുറത്തേക്കോടി. അല്പസമയത്തിന് ശേഷം തിരിച്ചെത്തി അവർ ലൈവിൽ വന്നുകൊണ്ട് വീണ്ടും സംപ്രേഷണം ആരംഭിച്ചു. തൻ്റെയും തൻ്റെ ജനതയുടെയും ജന്മനാടായ ഇറാനിലേക്ക് യാതൊരു നീതീകരണവുമില്ലാതെ ഇരച്ചെത്തിയ സയനിസ്റ്റ് റജീമിനെതിരെ ശക്തമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അവർ ലൈവിൽ സംപ്രേഷണം തുടങ്ങിയത്. തങ്ങളെ വീണ്ടും ആക്രമിക്കാൻ ലൈവിലൂടെ ഇസ്രയേലിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ ലൈവ് പുനരാരംഭിച്ചത്. കൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ആശയത്തെ തകർക്കാൻ കഴിയില്ല എന്ന അടിക്കുറിപ്പോടെയാണ് അവർ ലൈവ് പുനഃസംപ്രേഷണം ആരംഭിച്ചത് തന്നെ. ഇറാൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മുഖത്തേറ്റ പ്രഹരമായിരുന്നു സഹർ ഇമാമിയുടെ വാക്കുകൾ. ഇറാനിലെ സ്ത്രീകളുടെ ധൈര്യത്തിൻ്റെ മുഖമാണ് എന്നാണ് ഇറാനിലെ പ്രമുഖ നേതാക്കൾ സഹർ ഇമാമിയെ വിശേഷിപ്പിച്ചത്. ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ സഹർ ഇമാമി 2010 മാധ്യമ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അധികം വൈകാതെ ഇറാനിൻ്റെ വാർത്താ ചാനലിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും വാർത്താ മേഖലയിലെ പ്രശസ്തമായ മുഖമായി മാറുകയും ചെയ്തു സഹർ ഇമാമി. ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് തന്നെ ഒരു മാസ്റ്റർ പ്ലാനുമായിട്ടാണ്. ഖാംനഈ ഭരണകൂടത്തെ താഴെയിറക്കുകയും പകരം ഇസ്രയേലിനെയും അമേരിക്കയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യും ഒരു പാവ ഗവൺമെൻറ്റിനെ അവരോധിക്കലുമാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പ്രധാന ലക്ഷ്യം തന്നെ. ഇതിനുവേണ്ടി ഇറാനിലെ ജനത്തിനിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും അവിടുത്തെ റബലുകളെ ഗവൺമെൻറ്റിനെതിരെ തിരിച്ചുവിടുവാനുമുള്ള ഒരു ശ്രമം ഒരുപാട് കാലങ്ങളായി ഇസ്രയേലും അമേരിക്കയും തുടർന്നു പോരുന്നുണ്ട്. ഇത് എത്രത്തോളം വിജയം കാണുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.